എങ്ങനെയാണ് അമ്മ അത്? ഗസ്റ്റൊക്കെ ഉള്ളപ്പോ ഇവിടെ ഇരിക്കും. ഇല്ലാതെ സാധാരണ എല്ലാ ഞായറാഴ്ചയും അവിടെ വന്നിരുന്ന കഴിയും. ഇവിടെ ആയിരിക്കുന്നത്, ഈ കസേരയിലായിരിക്കുന്നത്. ഓ, നമുക്കിതൊക്കെ ഒന്ന് തൊട്ടു നോക്കാൻ ഒരു കൗതുകം തോന്നും. കാരണം എന്ന് വെച്ചാൽ കസേര എന്നൊക്കെ പറയുമ്പോ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ കൗതുകത്തോടുകൂടി ചോദിക്കും ഇതൊക്കെ. എല്ലാവർക്കും അറിയാം സാറിരുന്ന കസേര അമ്മ മരിച്ചു തന്നു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ കസേരയിലൊക്കെ. വരുന്നവരൊക്കെ അങ്ങനെ ഭയങ്കര വൈകാരികമായി അടുപ്പമുള്ളവരായിരിക്കും അല്ലേ? ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് എത്തി നോക്കും. ഇവിടെ വന്ന് സാറേ ഞങ്ങൾക്ക് ഒരു കാര്യം പറയണ്ടപ്പോ ഞാൻ അപ്പുറത്ത് വരാമെന്ന് പറയും. അപ്പൊ ശരിക്കും ജനങ്ങളെല്ലാം കണ്ടത് ഈ വീടാണ്. ഓരോ റൂമിലും കയറുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അടുത്ത റൂം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കട്ടിലാണ് ശരിക്കും സാറ് കിടന്നിരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒരു എന്താ പറയാ ഒരു കൗതുകം മാത്രമല്ല, അത് ഒരുപാട് കാര്യങ്ങൾ ഇവർ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്നുണ്ട്. സാർ ഇപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണോ സാധാരണഗതിയിൽ? അതേ മക്കളൊക്കെ എങ്ങനെ? കൊച്ചുമക്കളുടെ കൂടെ കിടക്കും. എന്റെ മക്കളുടെ കൂടെ കിടക്കും. ഓ, ഒറ്റയ്ക്ക് വരുന്നോണ്ടേ. ഓ, അവരായിരുന്നു കൂടുതൽ കമ്പനിയല്ലേ? കൂടുതൽ കമ്പനിയായിരുന്നു. മൂത്ത ആമ്പിള്ളേർ രണ്ടുപേരും, ഞങ്ങളുടെ മൂത്ത ആമ്പിള്ളേർ രണ്ടുപേരും കുഞ്ഞുച്ചാൻ്റെ കൂടെ ആയിരുന്നു കിടന്നോണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഞങ്ങളെക്കാൾ സ്നേഹം കുഞ്ഞുച്ചാനോടാ. അപ്പം ഇത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചേക്കുന്നതും അവരെ ആയിരിക്കുമല്ലോ. ഇപ്പോഴും അമേരിക്കയിലുള്ള മോനെ കാണാൻ ഞാൻ വരുന്നില്ല, എനിക്ക് ഇപ്പോഴത്തെ മുഖം കാണണ്ട, നേരത്തെ മുഖം കണ്ടാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറ്റത്തില്ല വരണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാ വന്നത്. അപ്പൊ അവരുമായിട്ടായിരുന്നു കൂടുതലും കമ്പനി. അയ്യോ, അവർക്ക് ഇപ്പോഴും ഓർക്കാൻ വരുന്ന പറയുന്നത്. ഇവിടെ വരുന്നവരൊക്കെ ഇതിനകത്ത് കയറി കാണുമ്പോ അവരുടെയൊക്കെ കണ്ണ് നിറയുമായിരിക്കും അല്ലേ? അയ്യോ, പിള്ളേർക്ക് അവർക്കൊക്കെ അറിയാം ഈ അനിച്ചാന്റെ പിള്ളേരായിരുന്നു കൂടുതലും കുഞ്ഞുച്ചാൻ്റെ അടുപ്പം കൂടുതലുണ്ടായിരുന്നേ. ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു നഷ്ടമാണ് സത്യത്തിൽ. ഭയങ്കര നഷ്ടം ഞങ്ങൾക്ക് മറക്കാൻ മേലാത്തൊരു സങ്കടമായിപ്പോയി. അവസാനം ഞങ്ങളിവിടെ കൊണ്ടുവന്ന അച്ഛന്മാരോ ഭയങ്കര ആളല്ലേ, ഞങ്ങൾ അനിച്ചാനും ആൻറ്റിയും പിള്ളേരും ഉമ്മ കൊടുക്കാതെ ഇറക്കുമായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ സോഫ അവിടെ ഇട്ട് ഇവിടെ കുഞ്ഞാനെ കിടത്തിട്ട് ഞങ്ങളെ കൊണ്ട് ഉമ്മ വെപ്പിച്ചത്. അടുക്കളയിലൊക്കെ നിൽക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുവോ? ഓർമ്മ വരുമോ? അയ്യോ, എപ്പോഴും ഓർമ്മ വരും. എന്താ വിളിച്ചിരുന്നത്? എന്താണ്? എന്നെയോ? ലൈലയെന്ന്. പേര് തന്നെ വിളിച്ചത്? എന്നെ ലൈലയെന്ന് വിളിക്കാൻ ഞാൻ കുഞ്ഞുചായനായിരുന്നു വിളിച്ചത്. ഒരു ചേട്ടനും അനിയനും തമ്മി ഒരു കുഞ്ഞൊരു വഴക്ക് പോലും വിളിച്ചിട്ടില്ല. അതെങ്ങനെ ഇത്രയും കാലം വഴക്കൂടാതെയൊക്കെ പോയത്? ഞാൻ ക്ഷമിക്കും, ഭയങ്കര ക്ഷമയാ. ഞാൻ പറയാം, ഞാൻ ആ ക്ഷമ കണ്ടാ ക്ഷമ പഠിച്ചത് ഞാൻ അങ്ങനെയാന്ന്.